ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് രണ്ട് സിനിമകളെ കുറിച്ചിട്ടാണ്. ഇത് എൻ്റെ ഏട്ടനാണ് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഇതിനു മുമ്പൊക്കെ ഏട്ടൻ കുബേര കാണാൻ കയറിയിട്ടായിരുന്നു. ഞാൻ യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്ന് പറയുന്ന രഞ്ജിത്തിൻ്റെ പടം കാണാനും കയറിയിട്ടായിരുന്നു. അപ്പോൾ ആ രണ്ട് സിനിമകളെ കുറിച്ച് നമ്മളിതിൽ ചർച്ച ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് UK എന്ന് പറയുന്ന യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ടാണ്. പടാകെ 2 മണിക്കൂർ 10 മിനിറ്റേ ഉള്ളൂ. ഞാൻ 3 മണിക്കൂർ കുബേര 3 മണിക്കൂറുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വളരെ ബ്രില്യൻ്റലി ഞാൻ ഏട്ടനെ അതിലേക്ക് തട്ടിവിട്ടു. കുഴപ്പമില്ല, അതിലേക്ക് വരാം. ആദ്യം ഈ പടത്തിന്റെ കാസ്റ്റ് ആൻഡ് ക്രൂ എന്ന് പറയുന്നത് രഞ്ജിത്ത് സജീവ് എന്ന് പറയുന്ന ആളാണ് നായകനായിട്ട് വന്നിട്ടുള്ളത്. മൂപ്പരുടെ ഇതിനു മുമ്പത്തെ ഖൽബ്, ഗോളം എന്ന് പറയുന്ന പടങ്ങളൊക്കെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് ഓടിയതാണ്. അതിൽ പേഴ്സണലി ഗോളം എനിക്ക് ഭയങ്കര രീതിയിൽ ഗോളം നന്നായിട്ട് വന്നിട്ടുള്ള ഒരു ത്രില്ലർ പടമായിരുന്നു. അത് തിയേറ്ററിൽ തന്നെ പോയി കണ്ടപ്പോൾ വളരെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ റിക്വസ്റ്റ് ചെയ്തതിനു ശേഷം അഡീഷണൽ ഷോകളൊക്കെ വെച്ചിട്ട് ഓടിച്ചിരുന്നു പല തിയേറ്ററുകളും. അങ്ങനെ കേട്ടറിഞ്ഞ് ഷോസ് ഒക്കെ കൂടിയിട്ടുള്ള ഒരു പടമായിരുന്നു ഗോളം എന്ന് പറയുന്നത്. സോ ആളുടെ ഒരു കരിയർ എടുത്തു കഴിഞ്ഞാലും ആളിപ്പോൾ ചെയ്തിട്ടുള്ള 3-4 പടങ്ങളാണെങ്കിലും ഒക്കെ വെറൈറ്റി ക്യാരക്ടറാണ്. ഇതിലൊരു 25 വയസ്സായിട്ടുള്ള ഒരു പയ്യന്റെ ഒരു സ്റ്റോറിയാണ് പറയുന്നത്. ടോണി എന്ന് പറയുന്ന ഒരു പയ്യന്റെ. ഈ ഒരു സിനിമയെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് അരുൺ വൈഗ എന്ന് പറയുന്ന ആളാണ് ഡയറക്ടർ. ആളുടെയൊക്കെ കുറേ പേഴ്സണൽ അനുഭവങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു ഈ ഒരു സിനിമയെ സംബന്ധിച്ച്. പടത്തിന്റെ കഥ എന്ന് പറയുന്നത് എന്താ പറയുക, ഇപ്പോഴത്തെ പയ്യന്മാരുണ്ടല്ലോ, അതായത് പയ്യന്മാരെന്നല്ല, യങ് ജനറേഷൻ എന്തുകൊണ്ട് കേരളം വിട്ട് അന്യ രാജ്യങ്ങളിലേക്ക് പോയി അവിടെ പോയി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ ഭവിഷ്യത്തുകളും അതുകൊണ്ടുണ്ടാവുന്ന ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഈ ഒരു സിനിമ സംസാരിക്കുന്നുണ്ട്. അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവരും അടിപൊളിയായിട്ടുണ്ടെന്നാണ് തോന്നിയിട്ടുള്ളത്. നമ്മുടെ ഇന്ദ്രൻസ് ആയിക്കഴിഞ്ഞാലും ഇപ്പോൾ ഈ പറഞ്ഞ രഞ്ജിത്ത് സജീവ് എന്ന് പറയുന്ന ആളാണെന്നുണ്ടെങ്കിലും ജോണി ആൻ്റണിയുടെ ക്യാരക്ടർ, അച്ഛൻ ക്യാരക്ടർ ഗംഭീരമായിട്ട് ആള് ചെയ്തിട്ടുണ്ട്. സാധാരണ വന്നു പോകുന്ന ഒരു അച്ഛൻ, അതായത് നായകൻ്റെ അച്ഛനായിട്ട് വന്നു പോവാന്നുള്ളതിനപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സാധാരണ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സിനിമയ്ക്കകത്ത് ജോണി ആൻ്റണിക്ക് ചെയ്യാണ്ടായിരുന്നു. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. കോമഡി ആണെന്നുണ്ടെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഇമോഷണൽ കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു പരിപാടിയാണ് ഇതിൻ്റെ മ്യൂസിക്. രാജേഷ് മുരുകേശൻ ഒരു രക്ഷയില്ല. ഒരുപാട് കാലത്തിന് ശേഷം റീസെൻ്റ്ലി പടക്കളത്തിലൊക്കെ മൂപ്പർ തന്നെയാണ് ചെയ്തിരുന്നതാണ്. പ്രേമത്തിൻ്റെ മ്യൂസിക് ഡയറക്ടറൊക്കെയാണ്. വെട്ടിച്ചില്ലായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാണ്ട് ചെയ്തിട്ടുണ്ട്. തിയേറ്ററിൽ നിന്ന് കേൾക്കുമ്പോൾ പല ആവറേജ് സീൻസിനെയും എലിവേറ്റ് ചെയ്യിക്കാനായിട്ട് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഒന്നും പറയാനില്ല. അതിൽ വിനീത് ശ്രീനിവാസൻ പാടിയ പാട്ടാണെന്നുണ്ടെങ്കിലും വേറൊരു 3 പാട്ടുകളുണ്ട്. എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയായിട്ട് വന്നിട്ടുള്ള മനോജ് കെ ജയൻ്റെ പെർഫോമൻസ്, അല്ലെങ്കിൽ ആളുടെ ഡയലോഗാണ് ശരിക്ക് കൊള്ളിക്കേണ്ടടുത്ത് കൊള്ളിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട് ആ സംഭവങ്ങൾ. ശരിക്കും ഈ പാർട്ടി പ്രവർത്തനത്തിലൊക്കെ നമ്മുടെ അണിയറ പ്രവർത്തകരെ കൊണ്ടുള്ള കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം അവരെ കഴിഞ്ഞിട്ടാണ് നമുക്കിപ്പോൾ മുഖ്യമന്ത്രിനെ കാണണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹയർ ആൾക്കാരൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ താണ്ടി എന്തൊക്കെ കടമ്പകൾ കടന്നു പോകണം എന്നുള്ള കുറേ നാറിയ രാഷ്ട്രീയം എന്നൊക്കെ പറയില്ല, അതേപോലത്തെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സിനിമയ്ക്കകത്ത് ഗംഭീരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഭയങ്കര രീതിയിൽ ഇഷ്ടപ്പെട്ടു. കുറച്ചും കൂടിയും സ്റ്റാർ വാല്യൂ ഉള്ള കാസ്റ്റ് ആൻഡ് ക്രൂ ഒക്കെ ആണെങ്കിൽ ഈ ഒരു സിനിമ പിന്നെയും എന്താ പറയുക, എല്ലാവരും കാണുമെന്ന് എനിക്ക് തോന്നുന്നു. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കിയിട്ട് എസ്പെഷ്യലി യങ് ജനറേഷൻ കാണേണ്ട സിനിമയായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. കണ്ട് വിലയിരുത്തേണ്ട ഒരു സിനിമയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. നിങ്ങളെ കുറേയധികം ചിന്തിപ്പിക്കാൻ ശേഷിയുള്ള ഒരു സിനിമയായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. എന്തായാലും ഇതാണ് യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്ന് പറയുന്ന പടത്തിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇനി കുബേരയുടെ വിശേഷങ്ങൾ ഏട്ടൻ പറയുന്ന കൂടെ കേൾക്കാം. എന്താണ് കുബേരയുടെ കാര്യം പറയുന്നതിന് മുമ്പ് ചില കാര്യങ്ങളൊന്നും പറയണം. കാരണം അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അപ്പൊ ജോലി രാവിലെ അറിയാലോ, ഞങ്ങൾക്ക് രാവിലെ ജോലികളുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും സാധാരണ അവൻ പറയാറില്ല, അനിയനെപ്പോഴും പറയാം, ചിലപ്പോ ഏട്ടാന്ന് പടത്തിന് പോകണം, അപ്പൊ നമുക്ക് രണ്ടുപേരും കൂടിയിട്ട് ഒരു പടത്തിന് പോവാം, ഒരു കാര്യം ചെയ്തോ ഏട്ടൻ നേരെ വിട്ടോ കുബേരയ്ക്ക്. അപ്പൊ ഞാൻ വെച്ചാൽ അതെന്താ നമ്മൾ ഒരുമിച്ച് അല്ല 11 മണിക്ക് എത്തണം. അപ്പൊ എന്നിട്ടോ നീ എന്താ വെച്ചാൽ, അല്ല എനിക്ക് 12:15 വേറൊരു പടം ഉണ്ട്, മലയാളം പടം, ഏട്ടൻ അത് കണ്ടോ? അപ്പൊ ഞാൻ അതെന്ത് പറ്റിയത്? അല്ല അത് 3-3.25 മണിക്കൂറിനകത്ത് സഹിച്ച് അതിനകത്ത് ഇരിക്കണ്ടായി. 2.25 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ട് ഞാൻ പിടുത്തം വിടും. അപ്പൊ നമുക്ക് രണ്ടുപേർക്കും കൂടിയിട്ട് ഇറങ്ങുകയും ചെയ്യാം. അപ്പൊ 2 പടം പറയുകയും ചെയ്യാലോ.
അപ്പൊ ഇങ്ങനെ പറഞ്ഞു ആടാ കൊള്ളാം, ഇത് പറയണത് എപ്പോഴാന്നറിയോ 10:50 11 മണിക്കുള്ള പടം കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ഇതിപ്പോ ഇങ്ങനെ ഓടിയിട്ട് എങ്ങനെ ഞാൻ എത്തും? അപ്പൊ ഏട്ടൻ പൊക്കോ. അപ്പൊ അമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ചപ്പാത്തിയും കുറച്ച് കറിയൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ടക്കെന്ന് പറഞ്ഞിട്ട് കഴിച്ചിട്ട് വണ്ടി എടുത്തിട്ട് ഒരു 10 മിനിറ്റ്, അതാണ് ഈ കോലം ഇങ്ങനെ കിടക്കണേ, 10 മിനിറ്റ് കൊണ്ട് തിയേറ്ററിലെത്തി. അല്ല 10 മിനിറ്റ് കഴിഞ്ഞു പടം തുടങ്ങിയപ്പോ. അപ്പൊ അവിടുന്ന് ഞാൻ വരുമ്പോ ഞാൻ കാണുമ്പോ തന്നെ ഇവന്റെ, അതായത് നമ്മുടെ നാഗാർജുനയുടെ ചില സീൻസുകളിൽ നിന്നാണ് പടം കാണിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരു 10 മിനിറ്റോളം മാറിയിട്ടുണ്ട് പടം, തുടങ്ങിയിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടുന്ന് അങ്ങോട്ട് ചെയ്ത ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നായകൻ ധനുഷ് വരികയാണ്. അവിടുന്ന് അങ്ങോട്ട് പിന്നെ ഫുള്ള് ആ പടം തീരുന്നത് വരെയും സ്ക്രീനിൽ ധനുഷുണ്ട്. ധനുഷില്ലാത്ത സീൻസുകൾ വളരെ കുറവാണ്. നാഷണൽ അവാർഡ് പരിപാടി എന്നൊക്കെ പറഞ്ഞ് കേട്ടായിരുന്നു. അങ്ങനെയൊന്നും പറയാനുള്ള ഇതല്ല. ധനുഷിന് കേക്ക് വാക്കായിട്ടുള്ള ഒരു റോൾ തന്നെയാണ് നമ്മള് സാധാരണ കണ്ടുവന്നുകൊണ്ടിരിക്കുന്ന തന്നെ ഒരു ധനുഷിന്റെ ഒരു കേക്ക് വാക്ക്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്തോ മറ്റേ പിച്ചക്കാരൻ റോള് അങ്ങനെയൊക്കെ വന്നിട്ട് സെറ്റപ്പ് ആക്കിയിട്ട് അല്ല, അങ്ങനെയല്ല. അതൊരു കുറച്ച് സമയത്തേക്കണം. ബാക്കിയൊക്കെ ധനുഷിന്റെ നോർമൽ ആയിട്ടുള്ള ഡ്രസ്സും അതേപോലെ തന്നെ ഭിക്ഷാടനത്തിന്റെ അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന തിക്താനുഭവങ്ങളിൽ കൂടെയൊക്കെയാണ് ഈ പടം പറഞ്ഞു പോകുന്നത്. അതില് ബെസ്റ്റ് പെർഫോമൻസ് നാഗാർജുന കൊള്ളാം. ഈ പടം പോകുന്നത് ധനുഷി കൂടെയാണ്. ധനുഷിന്റെയും നാഗാർജുനയുടെ ക്യാരക്ടറിന്റെയും ഒരു മാനസിക സംഘർഷങ്ങളുണ്ട്, അതിൽ കൂടെയാണ് പോകുന്നത്. ഒരു കോർപ്പറേറ്റ് ലെവലിലേക്കാണ് പോകുന്നത്. നമുക്ക് ഊഹിക്കാൻ പറ്റാവുന്ന പല കഥകൾ തന്നെയാണ്. പക്ഷെ നമ്മൾ ഊഹിക്കുന്ന പോലെ ഒരു ഭിക്ഷക്കാരനിൽ തുടങ്ങി നമ്മൾ അവൻ ലാസ്റ്റ് ഒരു കോട്ട് സൂട്ടൊക്കെ ഇട്ട് പഴയ പടങ്ങളെ പോലെ അല്ലല്ല, അങ്ങനത്തെ ഒരു മൂവി ഒന്നുമല്ല. അതേ സമയത്ത് ഇതൊരു പ്യുവർ അവാർഡ് പടമാണോ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല കേട്ടോ. ഒരു 3 മണിക്കൂർ നമുക്ക് എൻജോയ് ചെയ്തിരുന്ന് കാണാൻ പറ്റുന്ന ഒരു, എൻ്റെ ഒക്കെ ഒരു അഭിപ്രായം, എനിക്കൊക്കെ കുറച്ച് അടുത്ത സീൻ എന്താണെന്നുള്ളൊരു ആകാംക്ഷയിൽ കണ്ടുകൊണ്ടിരുന്നതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഇനി ഒരു വട്ടം കൂടി കാണാൻ താല്പര്യമുണ്ടോ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴേ പറയും കാണാമെന്നുള്ളത്. ഇനി ഫസ്റ്റ് ഹാഫ് വളരെ ഹൈ ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോയി. അപ്പം സാധാരണ പല പടങ്ങളും ഈ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ എന്തൊക്കെ കാട്ടുന്നതാണ്. പക്ഷെ സെക്കൻഡ് ഹാഫും അതേ റേഞ്ച് പിടിച്ചു പോയി. അതിൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളും ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ എന്താ പറയാ, പലരും പറയണ കേട്ടോ, ഈ വേറെ കുറച്ച് എനിക്കിതിൽ പറയേണ്ട കാര്യമില്ലെങ്കിലും പറയാണ്, ഈ പലപ്പോഴും കേൾക്കുന്നതാണ് ഭയങ്കര ലാഗാണ്, 3 മണിക്കൂറാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചില സിനിമകൾ ഡീറ്റെയിൽ ചെയ്താൽ തന്നെ ശരിയാവുള്ളൂ. ആ ഡീറ്റെയിലിംഗ് ഈ സിനിമയ്ക്ക് ഉണ്ട്. എന്നാൽ പക്ഷെ കണ്ടുമടുത്ത കുറെ പ്രമേയങ്ങളും പുതിയതായിട്ടുള്ള കുറെ പ്രമേയങ്ങളും ഒക്കെ ഒരു വളരെ നാച്ചുറലായിട്ട് കയറ്റി വെച്ചിട്ട് ഒരേ സ്പീഡിൽ പോകുന്ന ഒരു സിനിമയാണ്. ഒരിക്കലും ഒരു സ്ലോ റൺ പടമല്ല. ഒരു അസുരനോ അങ്ങനെയുള്ള സിനിമകളൊന്നും വിചാരിച്ചിട്ട് പോകണ്ട. ഒരേ മൂഡാണ് പടം. പക്ഷെ ക്ലൈമാക്സിൽ എത്തുമ്പോൾ അത് ഇത്രയ്ക്ക് മതിയോ എന്നുള്ളതൊക്കെ ആയിട്ട് പറയാം. അപ്പൊ അതിൽ പറയുമ്പോൾ ആക്ടേഴ്സിനെ പറ്റിയിട്ട് പറയുമ്പോൾ ധനുഷിന്റെ പ്രകടനം ഓക്കെയാണ്, നല്ല രീതിയിൽ തന്നെ പോയിട്ടുണ്ട്. കാരണം ആൾ ഇതിനേക്കാളും വലുത് ചെയ്തു വെച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇതൊക്കെ സിമ്പിൾ ആയിട്ട് നമ്മളിപ്പോ ലാലേട്ടന്റെയും മമ്മൂക്കയുടെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ ഇതൊക്കെ അവർക്ക് വെറുതെ ഇങ്ങനെ കേക്ക് വാക്ക് എന്നൊക്കെ പറയില്ല, അതേപോലെ ഉള്ളൂ ധനുഷിനെ സംബന്ധിച്ചിട്ട്. നാഗാർജുന അദ്ദേഹത്തിനെ പറ്റി ഒന്നും പറയാനില്ല. പുള്ളിക്ക് ഇത് ഒന്നും അല്ല കോർപ്പറേറ്റ് പരിപാടി. നാഗാർജുന ക്യാരക്ടർ വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളൊരു 2 തലങ്ങളിൽ കൂടെ പോകുന്ന കാര്യങ്ങളാണ്. അതായത് ഒരു 2 തലങ്ങളുണ്ട്. കുറച്ച് ക്രൂരത കാണിക്കുകയും വേണം, എന്നാൽ അവൻ മാനസികമായിട്ട് നല്ലതാണ്. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാണണം, മസ്റ്റ് വാച്ച് ആണ് കേട്ടോ. കൂലിയില് ഭയങ്കര ഡെവിളിഷ് ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞു. അല്ല, ഇത് അങ്ങനെയല്ല. ഇത് ആളുടെ കുറച്ച് നാഗാർജുനയുടെ പ്രകടനത്തിനെ പറ്റി പറയുമ്പോൾ നമ്മളൊരു കാര്യം ചെയ്യില്ലേ, മനസ്സോടെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യില്ലേ, ആ ഒരു അവസ്ഥയാണ് നാഗാർജുനയുടെ. അത് എന്തുകൊണ്ടായിരുന്നു, അത് എന്താണ് അങ്ങനെ വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഈ പടത്തിൽ മനസ്സിലാവും. അതേപോലെ തന്നെ ഇപ്പുറത്ത് ധനുഷും, ഇത് പണക്കാർക്ക് മാത്രമുള്ള ഒരു ലോകമാണോ, ഇത് ഞങ്ങളുടെയും കൂടി ഒരു ലോകമല്ലേ, അങ്ങനെ നിൽക്കുന്നതും ഭിക്ഷാടനം എന്ന് പറയുന്ന ഒരു സംഭവം നമ്മളിപ്പോ എല്ലാവിടെയും നിന്നിട്ട് അമ്പലത്തിന്റെ അവിടെയോ അല്ലെങ്കിൽ പള്ളിയുടെ എവിടെയും അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോയി നിന്നിട്ട് നമ്മൾ അമ്മ എന്തെങ്കിലും തരണേന്ന് പറയുന്നത് മാത്രമല്ല, ഓരോ അർത്ഥത്തിലും നമ്മൾ ഓരോരുത്തരും ഭിക്ഷ എടുക്കുന്നുണ്ട് എന്നുള്ളൊരു ചില മെസ്സേജസ് ഈ പടം വരെ പറയുന്നുണ്ട്. അതൊക്കെ ധനുഷ് ഇതിന്റെ ഓഡിയോ ലോഞ്ചിന്റെ സമയത്ത് ഭയങ്കര ഒരു സ്പീച്ചൊക്കെ നടത്തിയിരുന്നു. നിങ്ങൾ ശരിക്കും ആള് ഈ ഒരു ക്യാരക്ടർ ചെയ്തപ്പോ, അതായത് ഭിക്ഷാടനം ചെയ്യുന്ന ഇതുണ്ടല്ലോ, മറ്റേ ഏതോ ഒരു അമ്പലത്തിന്റെ അടിവാരത്തിരുന്നിട്ടൊക്കെ ഭിക്ഷ യാചിക്കുന്ന സീക്വൻസ് ചെയ്യുമ്പോഴാണ് മൂപ്പര് പറയണേ,
അതൊക്കെ ശരിക്കും നിങ്ങളൊക്കെ ഭക്ഷണം വേസ്റ്റ് ചെയ്യുന്നവരും അല്ലെങ്കിൽ സത്യാട്ടോ അങ്ങനെയൊക്കെ ചെയ്യുന്നവരൊക്കെ അങ്ങനത്തെ ഒരു ചെറിയൊരു സംഭവം ഉണ്ട്. അതായത് നമ്മളുണ്ടല്ലോ ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അല്ല, ഈ പടത്തിൽ കാണിക്കുന്ന ഒരു സീനാണ് ഞാൻ പറയണത്. ഇതൊന്നല്ല കേട്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ പറഞ്ഞു എന്ന് വെച്ചിട്ട് നിങ്ങൾക്കൊന്നും തോന്നുന്നില്ല. ഭക്ഷണം കഴിച്ചിട്ട് ചവറ്റുകൊട്ടയിൽ ഇടുമ്പോ ഒരു സ്ത്രീ വന്നിട്ട് അതെടുത്ത് കഴിക്കാണ്. ആ ഒരു സീനൊക്കെ കാണിച്ചിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങനെ ഫുഡ് വേസ്റ്റ് ചെയ്ത് അങ്ങനെ പല പല ലെയറുകളിൽ കൂടെ പോകുന്നുണ്ട്. പക്ഷെ കണ്ടു മറന്നിട്ടുള്ള ചില കഥകളൊക്കെ നമുക്ക് അവിടെ ഇവിടെ കണ്ടു എന്നുള്ളതൊക്കെ തോന്നാം. പക്ഷെ എനിക്ക് ഈ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ ഇപ്പൊ പറയാൻ കാരണം എന്താ വെച്ചാൽ ഓഡിയോ ലോഞ്ചിന്റെ സമയത്ത് മൂപ്പര് നടത്തിയ ഒരു സ്പീച്ചിലുണ്ട് അങ്ങേർക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവലും കാര്യങ്ങളൊക്കെ മൂപ്പര് പറയണ കേൾക്കുമ്പോൾ അത് പറയാണ്ടിരിക്കാൻ ഞാൻ ഓഡിയോ ലോഞ്ച് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഓൾറെഡി ഞാനൊരു സിനിമയാണ് ഞാൻ ഏറ്റവും കൂടുതൽ കാണാറ്. പിന്നെ രശ്മിക മന്ദാനെ പറ്റിയിട്ട് പറയുമ്പോൾ ഓക്കെ, കേക്ക് വാക്കാണ്. നമ്മള് നായകനുണ്ടാകുമ്പോ ഒരു നായിക വേണമല്ലോ, വെറുതെ വന്നു പോകുന്ന ഒരു നായിക. പക്ഷെ രശ്മിക മന്ദാനയുടെ ക്യാരക്ടർ വരുന്നതിന് കാര്യമുണ്ട്. കാരണം ഇവനൊന്നും അറിയില്ലല്ലോ, ബേസിക്കലി ഇവനൊന്നും അറിയില്ല, എന്താ ചെയ്യുന്നതെന്നുള്ളതൊന്നും അറിയില്ല. അപ്പൊ ഓൾറെഡി ഒരാൾ കൂട്ടു വേണം. അപ്പൊ പക്ഷെ വേറൊരു സംഭവം ഉണ്ട്, വേറൊരു നായികയുണ്ട്. അത് നമുക്ക് മനസ്സിൽ ടച്ച് ചെയ്യുന്ന ചില രംഗങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് ഞാൻ പറയണില്ല, അത് നിങ്ങൾക്ക് പടം കാണാം. അതേപോലെ തന്നെ ഒരു 1-2 ഇൻസിഡൻസ് നമ്മുടെ മനസ്സിലേക്ക് നിൽക്കുന്ന ഒരു പ്രത്യേകത ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു സെക്കൻഡ് ഹാഫിൽ വരുന്ന ഒരു സോങ്, ആ സോങ്ങിന് ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതായത് ആ ഒരു സിറ്റുവേഷൻ ഒന്നും പറയാനില്ല, കിടിലം. അത് നമുക്ക് ശരിക്കും എഫക്ട് ചെയ്യും. നിങ്ങളൊരു ഫാനിസം മാറ്റി വെച്ചിട്ട് നിങ്ങളൊരു സിനിമാ പ്രേമിയായിട്ട് ആ പടം കാണുകയാണ്. അതായത് ഇപ്പൊ നമ്മളിങ്ങനെ ഞങ്ങളിപ്പോ ഇവിടെ വന്നിരുന്ന അറിയുണ്ട്, എന്നിട്ട് ഈ ഈരഴൊക്കെ ഈറി മുഴിച്ച് അവിടെ ഇങ്ങനെ ധനുഷിന്റെ വിരൽ ഇങ്ങനെ പോയത് ശരിയായില്ല, ഇപ്പുറത്തേക്ക് തിരിഞ്ഞ കുറച്ചുകൂടി നന്നാണ്, അങ്ങനെയൊന്നും പറയാൻ എനിക്കറിയത്തില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ആസ്വദിച്ചോ എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. സത്യമായിട്ടും പറയാം, ഞാൻ ആസ്വദിച്ചിരുന്നു. അതിന് ഇവനോടൊരു താങ്ക്സ് പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം എന്താ, 3 മണിക്കൂറിന് കണ്ട് എന്നെ തള്ളിവിട്ടതാണ്. ഇന്നത്തെ ജനറേഷൻ എസ്പെഷ്യലി 3 മണിക്കൂർ നിൽക്കുമ്പോൾ ആദ്യം ഒന്ന് പേടിക്കും. കാരണം എൻഗേജ് ചെയ്തിരിക്കാൻ നമ്മൾ പല പടങ്ങൾ ഇതിനു മുമ്പും കണ്ടിട്ടുള്ള. അല്ല, അത് എന്താ സംഭവിക്കണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ പലപ്പോഴും മലയാളത്തിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ചെറിയൊരു സബ്ജക്ട് പെട്ടെന്ന് പറഞ്ഞ് തീർത്തിട്ടുള്ള ഒരു പരിപാടി. പക്ഷെ കുറച്ചും കൂടി പടം ഇപ്പൊ പലരും ഉണ്ടല്ലോ നല്ലൊരു സീരിയസ് ആയിട്ടുള്ള ഒരു റോള് കാണിക്കുകയാണ്, അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് കാണിക്കണം. എന്തെങ്കിലും ഒരു കുടുംബത്തിലൊരു പ്രശ്നം, അച്ഛനും അമ്മയോട് സ്നേഹം ഉണ്ടാവും, അതേപോലെ മക്കളോട് സ്നേഹം ഉണ്ടാവും, മക്കൾക്ക് തിരിച്ചിങ്ങനെ നമ്മൾ എന്ത് പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ലാഗാണ്, വെറും പാസം കുത്തി വെച്ചിട്ട് നശിപ്പിക്കണം. ഇങ്ങനെയൊക്കെ പറയുന്നവരോട് എന്ത് പറയും? നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും സ്നേഹം ഉണ്ടാവില്ല. അതിനോട് ഞാൻ യോജിക്കുന്നു. കാരണം സിറ്റുവേഷൻസ് ചില നല്ല എന്താണെന്നറിയോ ഇതിന്റെ പ്രശ്നം, ചില നല്ല സിനിമകൾ ഈ ഒരു പേര് പറഞ്ഞിട്ട് നശിച്ച പടങ്ങളുണ്ട്. അതിൽ ഞാനും എഗ്രി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല. പിന്നെ ഇതില് ധനുഷിന്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു എന്തെങ്കിലും കണ്ടന്റുകൾ ഉണ്ടോന്നൊന്നും അറിയില്ല. പിന്നെ എനിക്കൊരു പിന്നെ കൊടുത്ത ഭക്ഷണത്തിന് നന്ദി കാണിക്കുന്ന നായ്ക്കള്, അങ്ങനെയുള്ള പല സിറ്റുവേഷൻസുകളുണ്ട്. എന്നെ സംബന്ധിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാല്, അപ്പൊ ഞാൻ ഇവിടെ വെച്ചിട്ട് നിർത്തണം. ഓവറോൾ ധനുഷിന്റെ ആക്ടിങ്, നാഗാർജുനന്റെ മ്യൂസിയം കാര്യങ്ങളൊക്കെ പൊളിച്ചു പോലെ. ദേവിശ്രീ പ്രസാദിന്റെ മ്യൂസിയം അതൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു നാഗാർജുനയുടെ നല്ലൊരു ഷൂട്ട് ഔട്ട് വരുന്നുണ്ട് ക്ലൈമാക്സോട് കൂടിയിട്ട്. ലുക്കാണ് നാഗാർജുന, എത്ര വയസ്സായെന്നറിയോ, അമ്മാതിരി ലുക്കാണ് അയാള്. എന്റെ പൊന്നു, ആ കൂളിംഗ് ഗ്ലാസും മൊത്തത്തില് അവൻ പറയുന്ന ആ ഒരു വില്ലൻ ഉണ്ട്, ജിം സർബ അങ്ങനെ എന്താ പറഞ്ഞിട്ടുള്ളതാണ്. എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ട്. എനിക്ക് അപ്പൊ എന്തെങ്കിലും ഉച്ചരിച്ചാൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ രേഖപ്പെടുത്താട്ടോ. പുള്ളിക്കും പ്രത്യേകിച്ച് ജിം സർബ. ഓക്കെ. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾക്കും ഒരു കേക്ക് വാക്കായിട്ടുള്ള ഒരു റോൾ തന്നെയാണ്. ആളുടെ ഒപ്പം ഇരുന്ന അച്ഛനെ ഞാൻ പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. അയാളുടെ പേര് ഇപ്പൊ എന്താണ്, ദലീപ് താഹിൽ. ഓക്കെ. ആ പല സിനിമകൾ ആളൊക്കെ പല സിനിമകളിലും ഉണ്ട്. നമുക്കൊക്കെ കണ്ടു പരിചയമുള്ള മുഖങ്ങളൊക്കെ തന്നെയാണ്. ആൾക്കും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, മോന്റെ അടുത്ത് ഇരിക്കുക, രണ്ടെണ്ണം അടിക്കുക, മോനെ അത് ചെയ്യുന്നത് ശരിയാണോ എന്ന്. അങ്ങനെയുള്ള ഒരു പ്രത്യേകതരം ക്യാരക്ടറൊക്കെ ആയിട്ട് പറയും. നമ്മളെ പൊരുത്തവരയ്ക്കും കുബേര എന്നുള്ളത് ഡീസന്റ് വാച്ച് ആയിട്ടുള്ള ഒരു തിയേറ്റർ മൂവിയാണ്. ഇതിനൊരു 3 മണിക്കൂർ ഉണ്ട് എന്നും പറഞ്ഞിട്ട് പോവാതിരിക്കരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. വ്യക്തിപരമായിട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ പടത്തിനെ പറ്റിയിട്ടൊന്നൊരു കമന്റിൽ രേഖപ്പെടുത്തിയേക്കും. എനിക്കിഷ്ടപ്പെട്ടു ഇത്. പക്ഷേ ബാക്കി നിങ്ങൾ കണ്ടിട്ടാണ്. കാരണം എനിക്കിഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാലും എല്ലാം
നിങ്ങൾ കാണുന്നതിനനുസരിച്ചിട്ടും കൂടി ഇരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ കീറി മുറിച്ച് കാണാറില്ല. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമോ, ആ എൻജോയ് ചെയ്യാൻ പറ്റാവുന്നതെല്ലാം ഈ സിനിമയ്ക്കകത്തുണ്ട്. ചിലതൊക്കെ നമ്മുടെ മനസ്സിൽ കൊള്ളുന്ന കാര്യങ്ങൾ ഉണ്ട്. ഇതാണ് കുബേര. എന്തായാലും കുബേര എന്തായാലും പോയി കാണണം. കാരണം ഒരു തവണയെങ്കിലും എന്തായാലും കാണാണ്ട് എന്നുള്ളത് മനസ്സിലായി. ഓക്കെ എന്ന് പറയുന്ന പടവും ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും തിയേറ്ററിൽ നിന്ന് പോയി കാണാനുള്ള വകുപ്പ് ആ ഒരു പടത്തിലുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, കാര്യങ്ങൾ, പാട്ടുകൾ എല്ലാം നന്നായിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, മൂപ്പരുടെ ഡാൻസും അത്യാവശ്യം അടിപൊളി കിണ്ണൻ ഡാൻസ് ആയിരുന്നു, അതും പറയാതിരിക്കാൻ വയ്യ. എന്തായാലും മൂപ്പരുടെ ക്യാരക്ടർ സെലക്ഷൻസ് ഒക്കെ എന്തായാലും നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ പടങ്ങൾ നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതും കൂടി താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും തിയേറ്ററിൽ പോയി തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കാതിരിക്കുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.